മറ്റൊരു പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് വാർത്തയിലേക്ക് പോയാൽ RJDയിലെ പിളർപ്പ് അത് വലിയ ചർച്ചയാണ്. അത് ഒഴിവാക്കാൻ ഇതാ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു. LDF വിടണമെന്ന് ഉറച്ചു നിൽക്കുകയാണ് വിമത വിഭാഗം. 3 സീറ്റുമായി LDFൽ തുടരാൻ കഴിയില്ലെന്ന് വിമത വിഭാഗം വ്യക്തമാക്കുന്നു. നാളെ കോഴിക്കോട് RJDയുടെ നിർണായക നേതൃയോഗം ചേരും. യോഗത്തിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ വിമതർ പാർട്ടി വിടുമെന്നാണ് സൂചന. AK അഭിലാഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, പിളർപ്പിലേക്ക് തന്നെയാണ് RJD. ഇപ്പോൾ എന്താണ് അനുനയ ചർച്ചകൾ നടക്കുന്നത്? അതല്ലെങ്കിൽ തിരക്കിട്ട നീക്കങ്ങൾ എന്താണ്? എങ്ങനെയാണ് ഒരു അനുനയം സാധ്യമാവുക? വിനീത, RJD ആസന്നമായ പിളർപ്പിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അനുനയ ശ്രമങ്ങളൊന്നും വിജയിക്കുന്ന ഘട്ടത്തിലേക്കല്ല പോകുന്നു എന്നുള്ള കാര്യം കൂടി വരുന്നു. അതായത് കഴിഞ്ഞ ദിവസം ഒരു വിമത യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. അത് നേതൃത്വത്തിൽ വലിയ തരത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു യോഗം ചേർന്നത് എന്ന് തന്നെയാണ് ഈ വിമതർ തന്നെ വ്യക്തമാക്കുന്നത്. അതായത് LDFൽ തുടരാൻ കഴിയില്ല എന്നുള്ള നിലപാട് പറയുന്നു. കാരണം 3 സീറ്റുകൾ മാത്രമാണ് ഇപ്പോഴും LDFന്റെ ഭാഗത്ത് ലഭ്യമാകും എന്ന് അറിയിച്ചിരിക്കുന്നത്. അതേസമയത്ത് നേരത്തെ 6 സീറ്റുകൾ ലഭ്യമാകും എന്ന് RJD നേതൃത്വം വ്യക്തമാക്കിയിരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ അണികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റുകൾ ലഭിക്കണം, അത്തരത്തിൽ സീറ്റുകൾ ലഭിക്കുമെന്ന് ഉറപ്പ് RJD നേതൃത്വം നൽകിയിട്ടുണ്ട്. വിമത നീക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് തന്നെയായിരുന്നു തുടങ്ങിയത്. ആ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുകയും അന്നിപ്പോൾ RJD നേതൃത്വം LDFൽ ഇക്കാര്യം ഉന്നയിക്കുമെന്നും കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു. അതോടുകൂടിയായിരുന്നു അത്തരത്തിൽ അന്നത്തെ ഭിന്നത മാറുകയും ഇതുമായി അനുരഞ്ജനത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴും അതേ സ്ഥാനത്ത് തന്നെയാണ് RJD നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 സീറ്റുകൾ മാത്രമേ നൽകൂ എന്ന് LDF നേതൃത്വം RJDയെ അറിയിച്ചോട് കൂടിയാണ് ഇനിയിപ്പോൾ LDFൽ നിന്നതുകൊണ്ട് കാര്യമില്ല. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിരന്തരമായ അവഗണന നേരിട്ടുകൊണ്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി തുടരാൻ കഴിയില്ല എന്നുള്ള കാര്യം അവർ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നേതൃത്വത്തിന്റെ ഭാഗത്ത് വലിയ തരത്തിലെ വീഴ്ചയുണ്ടായി എന്നുള്ള ആക്ഷേപം കൂടി ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDF നേതൃത്വവുമായി ചില ചർച്ചകൾ നടത്തി എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കോഴിക്കോട് എലത്തൂർ സീറ്റടക്കം UDFന്റെ ഭാഗത്ത് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ വിമത വിഭാഗം മുന്നോട്ട് പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും നാളെ നേതൃയോഗം കോഴിക്കോട് ചേരുകയാണ്. ഈ യോഗത്തിൽ അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല എങ്കിൽ അവർ പാർട്ടി വിടും എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുന്നു. ആ യോഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോരാനുള്ള നീക്കമാണ് അവരുടെ ഭാഗത്ത് നടക്കുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനീത, ശരി. AK അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്. RJDയിലെ ഏറ്റവും ഒടുവിലത്തെ ചർച്ചകൾ അതാണ് AK അഭിലാഷ് നമ്മോട് പങ്കുവച്ചത്.